ഇർഫാൻ ഇക്ബാൽ നമ്മളെ പറ്റിച്ചു മക്കളെ. ഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇതൊന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ ഒന്ന് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് കേട്ടാ സംഘത്തിന്റെ ആംബുലൻസിലാണ് കൊണ്ടുപോയത്, അല്ലാതെ ഇർഫാൻ ഇക്ബാലൊന്നും അല്ല. സംഘത്തിന്റെ ആംബുലൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാവാ? നോക്ക്. ഇഞ്ച സ്വദേശി നാരായണൻ എന്ന ആള് സംഘവുമായോ സംഘപ്രസ്ഥാനങ്ങളുമായോ യാതൊരു വിധത്തിലുള്ള ബന്ധമോ അടുപ്പമോ പുലർത്തിയിട്ടില്ല. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണകളാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുവന്ന ആംബുലൻസ് സേവാഭാരതിയുടേതല്ല, ഇദ്ദേഹം ഒരു സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനുമായി. സ്വാഭാവികമായിട്ടും അതിൽ വലിയ രീതിയിൽ തന്നെ ഞാൻ ഹൃദയപൂർവ്വം ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എൻ്റെ നന്ദി തീർച്ചയായും പറയുകയാണ്. കാരണം തെറ്റ് പറ്റാത്ത മനുഷ്യരില്ലല്ലോ. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ച് തന്നെയാണ്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. ജനൻ ടി വിയിലെ സംഘപരിവാർ മിത്രങ്ങൾ എല്ലാവരും ഇരുന്നു കൊണ്ട് ഏതായാലും ആംബുലൻസ് എന്ന് പറയുന്നത് സേവാഭാരതിയുടെ ആംബുലൻസ് ആണ് എന്നും കൊണ്ടുവന്നത് സേവാഭാരതിക്കാരാണ് എന്നും അത് കർമ്മങ്ങളെല്ലാം ചെയ്തത് ഞങ്ങളാണ്, അദ്ദേഹം RSSന്റെ പ്രവർത്തകനായിരുന്നു, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും RSS ആണ് ചെയ്തത് എന്ന് ആധികാരികമായിട്ട് പറഞ്ഞത് നമ്മുടെ ജനൻ ടി വിയിലെ ശ്യാം ബാബു കോറോത്ത് എന്ന് പറയുന്ന ഒരു ജീവനക്കാരനായിരുന്നു. ഏതായാലും അദ്ദേഹം സംഘപരിവാർ ശക്തികളുടെ ഭാഗമായിട്ടും അവരുടെ ചാനലിൽ ഇരിക്കുന്നത് കൊണ്ടും ഏതായാലും അങ്ങനെ പറയാൻ പറ്റൂ എന്ന രീതിയിലായിരുന്നു നമ്മളതിനെ മനസ്സിലാക്കിയത്. ഏതായാലും അതിനെതിരെ നമ്മുടെ അൻസാർ സുഹരി ഉസ്താദ് അടക്കം ഇന്ന് കേരളത്തിലുള്ള എല്ലാവരും വെട്ടിത്തുറന്ന് സത്യം അതല്ല, സഫ എന്ന് പറയുന്ന ആംബുലൻസിലാണ് മൃതദേഹം കൊണ്ടുവന്നത് എന്നും അത് സേവാഭാരതിയുടെ ആംബുലൻസ് അല്ല എന്ന് ഈ കേരളത്തിൽ അരിഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നുള്ളത് പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് തുറന്നു കാണിച്ച അൻസാർ സുഹരി ഉസ്താദിനോടും അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളോടും ഏതായാലും ആദ്യമായിട്ട് ജനൻ ടി വിയുടെ ശ്യാം ബാബു കോറോത്ത് എനിക്കൊരു തെറ്റ് പറ്റി, അത് തിരുത്തണം, എന്നോട് തെറ്റ് പറ്റിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു തിരുത്ത് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഏതാണ് സ്വാഗതം ചെയ്യുകയാണ്. കാരണം തെറ്റു പറ്റിയാൽ തിരുത്തുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. അത് തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. അദ്ദേഹത്തിന് ഒരു തെറ്റുപറ്റി. അദ്ദേഹം ആദ്യം വിചാരിച്ചത് RSSന്റെ സേവാഭാരതിയുടെ ആംബുലൻസിൽ തന്നെയാണ് അവിടെ മരിച്ച നാരായണൻ എന്ന് പറയുന്ന 64 വയസ്സുള്ള വന്ധ്യ വയോധികന്റെ മൃതദേഹം കൊണ്ടുവന്നത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അത് തെറ്റായിരുന്നു എന്ന് 100% ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ വീഡിയോ റിയാക്ട് ചെയ്ത അൻസാർ സുഹരി ഉസ്താദിനെ വിളിച്ചിട്ടും കാര്യങ്ങൾ അദ്ദേഹം പറയുന്ന വളരെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആദ്യമായിട്ട് ആ ശ്യാം ബാബു കോറോത്തിന്റെ തുറന്നു പറച്ചൽ വീഡിയോ നമുക്കൊന്ന് കാണാം. ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ തന്നെ മുൻ RSS പ്രവർത്തകന്റെ ആരോരും നോക്കാനില്ലാതെ അനാഥമായി കിടന്ന ഒരു ഭൗതികദേഹം ഒരു മുസ്ലിം ലീഗിന്റെ പ്രവർത്തക, ഒരു നേതാവ് ഏറ്റുവാങ്ങുന്നു, അത് സംസ്കരിക്കുന്നു എന്ന രീതിയിലേക്ക് കുറച്ച് നെറേറ്റീവുകൾ വന്നു. വീണ്ടും കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഇതിന് മറ്റൊരു ചിത്രം, ഒരു നമ്മളൊക്കെ എപ്പോഴും ചിന്തിക്കാറുണ്ടല്ലോ, ഒരു PR വർക്ക് സ്വാഭാവികമായിട്ടും അവിടെ നടക്കുന്നുണ്ടോ എന്നൊരു സംശയം ഏതൊരു മാധ്യമ പ്രവർത്തകനെ പോലെ എനിക്കും തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീഡിയോ ഒന്നുകൂടി കണ്ടപ്പോഴാണ് മനസ്സിലായത്, അതിൽ ഈ സേവാഭാരതിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ, എല്ലാവർക്കും അറിയാം, കാസർഗോട്ടുകാർക്ക് സുപരിചിതനായ രഘുവേട്ടൻ ആ കൂട്ടത്തിൽ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും സംശയം തോന്നി, സേവാഭാരതിയെ പറ്റി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു മുഖപരിയുടെ ആവശ്യമില്ല. 100 കണക്കിന് ഇങ്ങനെയുള്ള മൃതദേഹങ്ങൾ മഹാമാരി നേരിട്ട സമയത്തും ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ സമയത്തുമൊക്കെ ആരോരും ഏറ്റെടുക്കാനില്ലാത്ത ഇങ്ങനെ ഒരുപാട് മൃതദേഹങ്ങൾ യഥാവിധി കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ സംസ്കരിച്ച ഒരു സന്നദ്ധ സംഘടനയാണ്. ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സന്നദ്ധ സംഘടനയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഒരു വിഷയത്തിൽ അവർ മാറി നിൽക്കുമോ എന്നൊരു സംശയം എനിക്കുണ്ട്. പിന്നെ ചില മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ലഭിച്ച വിശദാംശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ചിതയൊരുക്കിയതും ഇതിൻ്റെ പൂർണ്ണ ചെലവും വഹിച്ചത് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഇർഫാനെയാണ് എന്ന രീതിയിലുള്ള ചില വാർത്തകളും വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു നെറേറ്റീവിൻ്റെ ഭാഗമാണോ, ഇതൊരു PR വർക്കിൻ്റെ ഭാഗമാണോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും എനിക്കുമുണ്ടായി, എന്നിലെ മാധ്യമപ്രവർത്തകരിലും ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ റൈറ്റ് സൈഡിൽ അങ്ങനെ ഒരു പരാമർശം എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. സ്വാഭാവികമായിട്ടും ആ ആംബുലൻസ് അത് സേവാഭാരതിയുടെ ആണെന്ന്, സ്വാഭാവികമായിട്ടും നമ്മൾ രഘുവേട്ടനാണല്ലോ കാണുന്നത്, സേവാഭാരതിയുടേതാണ് എന്ന രീതിയിലും എനിക്ക് പറയേണ്ടി വന്നു. പിന്നീടാണ് ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ മീഞ്ച സ്വദേശി നാരായണൻ എന്ന ആള് സംഘവുമായോ സംഘപ്രസ്ഥാനങ്ങളുമായോ യാതൊരു വിധത്തിലുള്ള ബന്ധമോ അടുപ്പമോ പുലർത്തിയിട്ടില്ല. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണകളാണ് ഈ വിഷയത്തിൽ ഉണ്ടായത്. ഒന്ന്, ഇദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുവന്ന ആംബുലൻസ് സേവാഭാരതിയുടേതല്ല, ഇദ്ദേഹം ഒരു സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനുമായി. എന്നാൽ ചിതയൊരുക്കിയതും സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തന്നെയാണ്, രഘുവേട്ടൻ തന്നെയാണ് എന്നും മനസ്സിലാക്കാൻ സാധിച്ചു. സ്വാഭാവികമായിട്ടും അതിൽ വലിയ രീതിയിൽ തന്നെ ഞാൻ ഹൃദയപൂർവ്വം ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എൻ്റെ നന്ദി തീർച്ചയായും പറയുകയാണ്. കാരണം തെറ്റ് പറ്റാത്ത മനുഷ്യരില്ലല്ലോ.
ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ശ്രദ്ധിച്ചു തന്നെയാണ്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ അദ്ദേഹം സംഘപരിവാർ പ്രവർത്തകനാണെങ്കിലും അതുപോലെ തന്നെ ജനൻ ടി വിയിലെ അവതാരകനാണെങ്കിലും അദ്ദേഹത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ് വേണ്ടത്. ഏതൊരു മനുഷ്യനും തെറ്റു പറ്റാം. അദ്ദേഹം പറഞ്ഞതുപോലെ ആ തെറ്റ് തിരുത്തുക എന്നുള്ളത് തന്നെയാണ് മനുഷ്യ സഹജമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രഥമ കാര്യം. ഇന്നലെയൊക്കെ ആ നാരായണൻ എന്ന് പറയുന്ന 64 വയസ്സുള്ള മനുഷ്യൻ മരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു 100% സഫ എന്ന് പറയുന്ന ആംബുലൻസ് ഏതായാലും അവരുടേതല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ ആംബുലൻസിൻ്റെ ഫോട്ടോ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം മുൻകൈ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് സുഖമില്ലാതെ ചൊറിയെല്ലാം പിടിച്ച് കിടക്കുന്ന സമയത്ത് അവിടെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി മുടിയും താടിയും എല്ലാം ഷേവ് ചെയ്യിപ്പിച്ച് അതെല്ലാം നിങ്ങൾക്ക് കാണാം. ആ വീഡിയോ എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ ലൈറ്റിൽ കിട്ടുന്ന ഒരു ക്ലിയറിൽ എടുത്തൊരു വീഡിയോ ആണ്. എന്നിട്ടാണ് അവിടെ നിന്നിട്ട് പെരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടുന്ന് സൂക്കേട് മൂർച്ഛിച്ചതിനെ തുടർന്നാണ് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നത്. ആ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഏകദേശം 1 മാസത്തോളം അദ്ദേഹം ചികിത്സയിൽ കിടന്നിട്ട് പോലും ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരടക്കമുള്ള 2 ഭാര്യമാരടക്കമുള്ള സഹോദരിമാരടക്കമുള്ള കുടുംബക്കാരും തന്നെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല എന്നുള്ളതാണ്. ആ സമയത്ത് ഈ പറയുന്ന ആരും RSS പ്രവർത്തകരാകട്ടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ BJPക്കാരാവട്ടെ ആരും തന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ആ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ഉപകാരത്തിന് അവിടെ ഉണ്ടായിരുന്നത് ഇർഫാന ഇക്ബാലിൻ്റെ ഒരു ഫോൺ കോൾ ആയിരുന്നു. അവരെ വിളിച്ചിട്ടായിരുന്നു കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും അറിയിച്ചു കൊണ്ടിരുന്നത്. അതിനുശേഷം മരണപ്പെട്ട സമയത്ത് ആ സഹോദരി കുടുംബക്കാരെ വിളിച്ചിട്ട് നിങ്ങളുടെ അച്ഛൻ മരണപ്പെട്ടിട്ടുണ്ട്, മൃതദേഹം വന്ന് സ്വീകരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് അതും ഞങ്ങൾക്ക് വേണ്ട, അത് ഞങ്ങൾ നിങ്ങളെ അധികാരപ്പെടുത്തി തരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അധികാരപത്രം അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ നിങ്ങളോട് സംസ്കരിച്ചു കൊള്ളാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന ആ മുസ്ലിം സഹോദരി ആ ഒരു ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തതും അത് കൊണ്ടുപോയത് തീർച്ചയായിട്ടും ഈ സേവാഭാരതി അല്ലെങ്കിൽ നടത്തുന്ന ഒരു പൊതു ശ്മശാനത്തിലേക്കാണ് എന്നുള്ളത് സത്യാവസ്ഥയാണ്. അവിടെ അവരുടെ ഒരു പ്രവർത്തകനും ഉണ്ടായിരുന്നു. അതൊക്കെ യാഥാർത്ഥ്യമാണ്. അവിടെ കൊണ്ടുപോയ ശേഷമാണ് സംസ്കരിച്ചത്. പക്ഷേ കൊണ്ടുപോയതും ആ കൊണ്ടുപോയി ചികിത്സിച്ചതും ഒന്നും സേവാഭാരതിക്കാരോ അല്ലെങ്കിൽ RSSകാരോ അല്ലെങ്കിൽ ഇവരുമായി ബന്ധപ്പെട്ട ആരും ഒന്നുമല്ല. ഏതായാലും അതിലൊക്കെ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത് നമ്മുടെ ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം തന്നെയാണ്. അതിൽ വലിയൊരു കയ്യടി ആ സഹോദരി അർഹിക്കുന്നുമുണ്ട്. ഏതായാലും ഇതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അൻസാർ സുഹരി ഉസ്താദിനെ ഈ ശ്യാം വിളിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കതുകൂടി കേൾക്കാം. ഹലോ നമസ്കാരം ഉസ്താദേ. നമസ്കാരം. ആരാ മോനെ? ഞാനിപ്പോ നിങ്ങൾ കൊന്നുകൊണ്ടിരിക്കുന്ന ആളാ. ജനൻ ടിവിയിലെ ശ്യാമായിരുന്നേ. അയ്യോ ശ്യാമേ, ഒന്നും വിചാരിക്കരുതേട്ടാ മുത്തേ. ഇല്ല. അല്ല, എനിവേ താങ്ക് യു സോ മച്ച്. ഞാനൊരു നന്ദി പറയാൻ വിളിച്ചതാണ്. അല്ല, ആ ഒരു പോയിന്റ് സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാനത് അന്വേഷിക്കുകയും അതിന്റെ സത്യാവസ്ഥ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ആയിട്ട് പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടിക്കാണിക്കുമ്പോഴാണല്ലോ നമുക്കും തിരുത്തപ്പെടാനുള്ള ഒരു അവസരം കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, അനിൽ നമ്പ്യാർ എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തെ സംസാരിച്ച കാര്യം ഞാനിവിടെ കൂടുതൽ വെളിപ്പെടുത്തുന്നില്ല. എന്നാലേ അനിൽ നമ്പ്യാർ സംസാരിച്ചപ്പോഴേ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ കേട്ടപ്പോഴേക്കും അത്ഭുതം വന്നു. ഇവർന്നില്ല, ഇവരൊക്കെ നിങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയ വഴി സംസാരിക്കുന്നതിന് അപ്പുറത്തേക്കോ സ്നേഹത്തിന്റെ ഒരു മഹാലോകം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട്. അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയൊക്കെ നിങ്ങൾ ഈ പറയുന്ന വർത്താനം കേൾക്കുമ്പോഴേ നമ്മൾ നിങ്ങളൊക്കെ വളരെ മോശം മനുഷ്യരാണെന്ന് വിചാരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ അനിൽ നമ്പ്യാരുടെ വർത്താനം 4 മിനിറ്റ് സംസാരിക്കുന്നത് അപ്പോൾ ഏതൊരു സ്നേഹത്തോടു കൂടിയാണ് അൻസാർ സുഹരി ഉസ്താദ് അദ്ദേഹത്തിനെ സമീപിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സംസാരത്തോട് പ്രതികരിച്ചത് നിങ്ങൾ നോക്കണം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിങ്ങളെ പച്ചക്ക് തിന്നുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാലും അതിമനോഹരമായ അദ്ദേഹത്തിന്റെ സംസാരവും അദ്ദേഹം തന്നെ തിരിച്ച് സോറി പറയുകയാണ്. എൻ്റെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അൻസാർ സുഹരി ഉസ്താദും അദ്ദേഹത്തിൻ്റെ ആ കോൺവെർസേഷൻ സംസാരം തുടങ്ങുന്നത്. അത് തന്നെയാണ് ഒരു മത നേതാവ് അല്ലെങ്കിൽ അതാണ് ഒരു ആത്മീയ നേതാവ്. അദ്ദേഹത്തിന് എന്തൊക്കെ തെറി അദ്ദേഹം ഈ ചാനലിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ജനം TV ചാനലിൽ ഇരുന്നു കൊണ്ട് നമ്പ്യാരായാലും അതുപോലെ തന്നെ ശ്യാമായാലും ഒരുപാട് കാര്യങ്ങൾ അനിൽ നമ്പ്യാരും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അനിൽ നമ്പ്യാർ വിളിച്ചു പോലും അൻസാർ സുഹരി ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ മനസ്സ് നിറഞ്ഞു പോയി എന്ന് അൻസാർ സുഹരി ഉസ്താദ് പറയാണ്. കാരണം നിങ്ങൾ പറയുന്നതല്ല നിങ്ങളെ രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള നേട്ടങ്ങൾക്കും വേണ്ടിയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആത്യന്തികമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള സ്നേഹം, ആ നല്ല മനുഷ്യത്വം നിറഞ്ഞൊരു മനസ്സുണ്ട് എന്ന് മനസ്സിലാക്കാൻ അൻസാർ സുഹരി ഉസ്താദിന് 4 മിനിറ്റ് ഫോൺ കോളിൽ സാധിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ സാഹോദര്യം, ഇത് തന്നെയാണ് നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. ആത്യന്തികമായിട്ട് എല്ലാവർക്കും ഒരു മേശയുടെ ചുറ്റും ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഏതായാലും ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ കണ്ണിൽ സംഘപരിവാർ ശക്തികൾ പറഞ്ഞ വാക്കിൽ നിന്ന് തെറ്റുപറ്റിയപ്പോൾ തിരുത്തുന്ന ഒരു മനുഷ്യനെ ഏതായാലും TV ചാനൽ ചർച്ചയിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അത് ശ്യാം ബാബു കുറോത്ത് എന്ന് പറയുന്ന ഈ
ഏതായാലും പ്രവർത്തകനെ RSS പ്രവർത്തകനാണെങ്കിലും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. ഏതായാലും ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ച തലത്തിൽ എല്ലായിടത്തും എത്തിക്കാണും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വാർത്ത നിങ്ങൾ ആദ്യമായിട്ട് കണ്ടു കാണും. ഈ വാർത്ത കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. വളരെ പച്ചക്കായിരുന്നു അവർ പറഞ്ഞിരുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തത് RSSകാരാണ് എന്നും RSSൻ്റെ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് മൃതദേഹം കൊണ്ടുവന്നത് എന്നും തീ വെച്ചതും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതും അവിടെയുള്ള ജേട്ടൻ എന്ന് പറയുന്ന ഒരു RSS പ്രവർത്തകനാണ് എന്നൊക്കെ അവർ പറഞ്ഞു വെച്ചിരുന്നു. ഏതായാലും ഇതിൽ നിന്ന് പിന്നോക്കം പോയിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കി അത് പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ അദ്ദേഹം കാണിച്ച മനസ്സിനെയും നമ്മൾ അഭിനന്ദിക്കുകയാണ്. ഏതായാലും ഈ വീഡിയോ എല്ലാവരും നിങ്ങൾ കണ്ടു കാണും. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോ പോയി കാണുക. അതിനുശേഷം ഈ വീഡിയോയും കാണുക. അതിനുശേഷം നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മറ്റു വീഡിയോയുമായി പിന്നെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇർഫാൻ ഇക്ബാൽ നമ്മളെ പറ്റിച്ചു മക്കളെ. കാസർഗോഡ് ഒരു സംഭവം ഉണ്ടായി അല്ലെ, അതെ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭവം ഇന്നലെ എനിക്ക് ഏഷ്യാനെറ്റൊക്കെ അങ്ങ് ആഘോഷിക്കുകയായിരുന്നു. ഇതാണ് കേരള മോഡൽ എന്ന് പറഞ്ഞു. നാരായണേട്ടൻ സംബന്ധിച്ചിടത്തോളം സംഘത്തിന്റെ പ്രവർത്തകനാണ്, സ്വയംസേവനാണ്. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഏറ്റുവാങ്ങാൻ ആരുമില്ല. ഇതാണ് നെറേറ്റീവ്. എന്നിട്ട് ഏറ്റുവാങ്ങിയത് ആരാ? ഇർഫാന എന്നൊരു കൗൺസിലർ അല്ലെ, ജില്ലാ പഞ്ചായത്ത് അംഗം വന്ന് ഏറ്റുവാങ്ങുകയാണ്. എന്നിട്ട് ചിതിയൊക്കെ ഒരുക്കി നമ്മുടെ ഹൈന്ദവാചാര പ്രകാരം ആ ചിതിയൊക്കെ ഒരുക്കി കൊടുത്തു. ഒന്ന് ആലോചിച്ചു, ആ ഫോട്ടോയിൽ തൊട്ടടുത്തിരിക്കുന്ന രഘുവട്ടൻ സേവാഭാരതിയുടെ ചുമതലയുള്ള ആൾ തൊട്ടടുത്തിരിപ്പുണ്ട്. സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആ ഭൗതികദേഹം കൊണ്ടുവന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു പച്ചക്കള്ളം പറഞ്ഞിട്ട് ഇതൊന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാതെ ഒന്ന് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് കേട്ടാ സംഘത്തിന്റെ ആംബുലൻസിലാണ് കൊണ്ടുപോയത്, അല്ലാതെ ഇർഫാൻ ഇക്ബാലൊന്നും അല്ല. സംഘത്തിന്റെ ആംബുലൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവാ? നോക്ക്.